ഇപ്പൊ ഡൽഹിയില് പണമുള്ള ആൾക്കാർ, അതായത് പണമുള്ള ആൾക്കാരും അറിവുള്ള ആൾക്കാരും എല്ലാം ഓടിത്തുടങ്ങി. അതായത് 5% ആൾക്കാർ ഓടിത്തുടങ്ങി. ഓക്കെ, 95% ആ ഒരു പുഴുക്കൾ, അതായത് സിന്ദാബാദ് വിളിച്ചു നടന്നത് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് നടന്നതും യാതൊരു അറിവില്ലാത്ത ആൾക്കാർ, അല്ലെ അറിവ് പറയാൻ വന്നവരാ കേൾക്കാത്ത ആൾക്കാര്, അതായത് ഈ റീൽസിലൊക്കെ കണ്ടു നടക്കുന്ന വിട്ടികൾ, ആ ഗെയിമൊക്കെ കളിച്ച് നടക്കുന്ന വിട്ടികൾ. അപ്പൊ അവരെല്ലാം ശ്വാസം മുട്ടി മരിച്ചു തുടങ്ങി. അവരുടെ കുഞ്ഞുങ്ങളുടെ ലങ്സിന്റെ ഉള്ളിലും ഹാർട്ടിന്റെ ഉള്ളിലും ബ്ലഡ് സ്ട്രീമിലും ബ്രെയിനിലും എല്ലാം പാർട്ടിക്കുലർ മാറ്റർ, അതായത് നല്ല ഹെവി മെറ്റൽസ്. ഓക്കെ, അതായത് ക്യാൻസറിന്റെ ഇനിഷ്യൽ സ്റ്റേജ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം തന്നെ ബയോളജിക്കൽ വാറിന്റെ ഏറ്റവും വലിയ ഹൈ ആണ്. ഓക്കെ, ബയോളജിക്കൽ വാർ എന്ന് പറയുമ്പോൾ കോമഡി എല്ലാവർക്കും. അപ്പൊ കൊച്ചി അല്ലെ, കൊച്ചി, എറണാകുളം, കേരളം ഇതും അതിന്റെ വക്കിൽ തന്നെ എത്തിക്കഴിഞ്ഞു. വേറൊന്നുമല്ല, നമ്മുടെ താമരശ്ശേരിയിൽ ഒരു 4000 ഫാമിലീസ് ഒരു അറക്കുശാലയിൽ നിന്ന് എന്തോ പ്രൊഡക്റ്റ് ഉണ്ടാക്കണ പുക ശ്വസിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗവൺമെന്റ് ഇത് അപ്രൂവ് ചെയ്തു. നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് പണം തന്നെയല്ലേ നിങ്ങൾ. അവർ 4000 ഫാമിലീസ് ആ പുഴുക്കൾ അവിടെ കിടന്ന് ചെത്തോളൂ, ഞങ്ങൾക്ക് അന്വേഷിക്കണം. കാരണം ജഡ്ജിമാർ ഈ പറയുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് എല്ലാം ഫ്ലാറ്റിലും ഈ പറയുന്ന AC-ലല്ലേ കിടക്കുന്നത്, പാവങ്ങളെല്ലാം വിശപ്പൊക്കെയില്ലേ. അപ്പൊ ഇത് പ്രതികരിക്കില്ല, കാരണം താമരശ്ശേരിയിലല്ലേ. അതോടൊപ്പം കൊച്ചിയിലല്ലേ, എല്ലാ പണക്കാരും ഉള്ള സ്ഥലമാണ് കൊച്ചി. ഓക്കെ, അപ്പൊ അവരെ കൊണ്ട് ശ്വസിപ്പിക്കുന്നത് അത് തന്നെ, നമ്മുടെ റിഫൈനറി, അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടെയ്നർ റോഡിലെ റിഫൈനറീസ്, അതോടൊപ്പം ബ്രഹ്മപുരം, ഈ പറയുന്ന എല്ലാ സ്ഥലത്തും കൂടി എമിഷൻ നല്ല രീതിയിലുണ്ട്. അതോടൊപ്പം പെട്രോളിലൂടെ വരുന്ന എമിഷൻ ഉണ്ട്, പാർട്ടിക്കിൾ മാറ്റർ, റോഡെല്ലാം പൊടിച്ചിടുന്നു. അപ്പൊ പൊടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, പൊടിയല്ല, ഹെവി മെറ്റൽസ് ആണ്. ഓക്കെ, ഹെവി മെറ്റൽസും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, ഓക്കെ, കേരളത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം, സ്വന്തം കാര്യമല്ലേ നിങ്ങൾക്ക് സിന്ദാബാദ്. ഡൽഹിയും ഈ പറയുന്ന സുഡാനും ഗാസയും നിങ്ങളുടെ കാര്യമല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ആ ഒരു നരകത്തിൽ തന്നെ. ഓക്കെ, അപ്പൊ കൊറോണ എന്നുള്ള ഒരു ഡ്രാമ വന്നപ്പോ കണ്ണുകൊണ്ട് കാണാത്തൊരു കൊറോണ വൈറസ് നമ്മൾ ഇത്രയും പേടിച്ചു. അതോടൊപ്പം തന്നെ അമീബേനെ ഇപ്പൊ ഇത്രയും പേടിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എയർ പൊല്യൂഷൻ മാനിപ്പുലേറ്റ് ചെയ്യില്ല, കാരണം എയർ പൊല്യൂഷൻ എന്താന്ന് പോലും അറിയാത്തൊരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്, ഈ പറയുന്ന ജഡ്ജിമാരാണ് ഇവിടെ ഉള്ളത്. അവരപ്പൊ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവർ പഠിച്ചത് ആ ഒരു 1950 കേസാണ്. അന്നൊന്നും എയർ പൊല്യൂഷനും കാര്യമൊന്നും ഇല്ല. ഓക്കെ, 2015 മുതലാണ് ഈ ഒരു അജണ്ട. 2030 ആകുമ്പോൾ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിലെ എല്ലാവിധ യങ്സ്റ്റേഴ്സിനും ഇല്ലാതാക്കണം, അവർക്ക് കുഞ്ഞുണ്ടാവരുത്, അവർ ഇന്ത്യൻ ഓർഗൻസ് എല്ലാം നശിക്കണം, അവർക്കൊരു ഭാവി ഉണ്ടാവരുത്. ഓക്കെ, പ്രാണില്ലാതെ ജീവനില്ല. ഓക്കെ, അപ്പോ റിലാക്സ് ഫോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം. ഓക്കെ, റിലാക്സ് ഫോഴ്സ് ആ ഒരു ബോക്ക ഗ്ലോബൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് 2023 രജിസ്റ്റർ ചെയ്തത്. അതായത് ബോക്ക ഗ്ലോബൽ, അതായത് വേൾഡ് വൈഡ് ആയിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഭാവിയിൽ പ്രാണവായുവിന്റെ ആവശ്യം വരും, ശുദ്ധ വെള്ളത്തിന്റെ ആവശ്യം വരും, ശുദ്ധമായ ഭക്ഷണത്തിന്റെ ആവശ്യം വരും. അപ്പൊ ഞാൻ ഈ നിൽക്കുന്നത് എന്റെ മിയാവാക്കി ഇൻഡോർ ജംഗിൾസിന്റെ ഉള്ളിലാണ്. അതായത് എന്റെ ഏറ്റവും വലിയൊരു പ്രൊജക്ട് ആണിത്. അതായത് സമസ്ത പ്രപഞ്ചത്തിലും എല്ലാ ഫ്ലാറ്റുകളിലും വരാൻ പോണതാണ്. അതായത് AC എന്നുള്ള വിഷഗ്യാസിലല്ല കിടക്കേണ്ടത്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എല്ലാം റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഫൈറ്റോൺസൈഡ്സ് വേണം. അപ്പൊ സമസ്ത പ്രപഞ്ചത്തിലും ഇത്രയും ശുദ്ധമായ ഒരു വായുവുള്ള റൂം വേറെ ഉണ്ടാവില്ല, കാരണം ഇത് എന്റെ തന്നെ പ്രൊജക്ട് ആണ്. അതോടൊപ്പം ഭാവി തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ സമസ്ത പ്രപഞ്ചവും ശുദ്ധമാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വെള്ളം തെളിച്ച് കിടന്നപ്പോൾ ഒരു ഡൽഹിയിലെല്ലാം വിട്ടികൾ നടക്കുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടത് സമസ്ത പ്രപഞ്ചത്തിലും എമിഷൻ കുറച്ചുകൊണ്ട് ചുറ്റും ഘോരമായ വനം സൃഷ്ടിക്കണം. അതായത് ഇനിയുള്ള ഭാവി തലമുറക്ക് 3000-5000 വർഷം കഴിഞ്ഞാലും ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം, കാരണം ഞങ്ങൾ പൊളിറ്റിക്സ് അല്ലല്ലോ. ഓക്കെ, ഞങ്ങൾക്ക് ആയിട്ട് വരണ്ട, ഞങ്ങൾക്ക് പ്രാണവായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ ജലം സമസ്ത പ്രപഞ്ചത്തിനും നൽകണം. അപ്പൊ അതിനുള്ള എല്ലാ പദ്ധതിയും ഞങ്ങൾക്ക് ഉണ്ട്, പേടിക്കണ്ട. ഡൽഹിയെല്ലാം ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ്.